കാർഷിക വാർത്തകൾ. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 235, RSS 5 231, ലാറ്റക്സ് 151, ജാതിക്ക 280, ജാതി പത്രി 1400 മുതൽ 1600 വരെ, ഗ്രാമ്പു 980, അടയ്ക്ക 270, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 66,300, കുരുമുളക് അൺഗാർബിൾ 64,300, ഏലക്ക 1950 മുതൽ 2100 വരെ, വെളിച്ചെണ്ണ 16,500, കൊപ്ര 11,300, ചുക്ക് 37,000. അണ്യവിള കമ്പോളത്തിൽ നിന്നുള്ള വാർത്തകൾ. സംസ്ഥാനത്ത് പച്ചത്തേങ്ങ വിലയിൽ വർധന കണ്ടു തുടങ്ങി. റബ്ബർ ഷീറ്റ് ക്ഷാമം സംസ്ഥാനത്ത് തുടരുന്നു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങ വില കൂടി. സംസ്ഥാന സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചിട്ട് പോലും വിപണിയിൽ മാറ്റമുണ്ടായില്ല. എന്നാൽ പച്ചത്തേങ്ങ വില ഇതാദ്യമായി 2 വർഷത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കെത്തി. ചെറുകിട വിപണികളിൽ പച്ചത്തേങ്ങ വില കിലോ 34 രൂപയായി. ഇതിനിടയിൽ ഉത്തരേന്ത്യയിലും തേങ്ങയ്ക്ക് ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. അത്തം വരുന്നതോടെ വിപണി കൂടുതൽ സജീവമാകും. വിദേശ ഇറക്കുമതി വാർത്തകൾ ടയർ ലോബി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ റബ്ബർ വരവ് നാമമാത്രം. മാസാരംഭത്തിൽ 6,000 ടൺ റബ്ബർ ഇറക്കുമതി നടത്തിയെന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഒരു കമ്പനിയുടെ ഒരു ദിവസത്തെ ആവശ്യത്തിന് പോലും അത് തികയില്ല. ടാപ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും ഉൽപ്പന്നം ഷീറ്റാക്കി മുഖ്യ വിപണിയിലെത്താൻ ഇനിയും കാത്തിരിക്കണം. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 236 രൂപ. ഏലക്ക ലേലത്തിന് ഇറങ്ങിയ 41,761 കിലോഗ്രാം ചരക്കിൽ 40,120 കിലോയും വാങ്ങലുകാർ വാങ്ങി. ഏലത്തിന് ആഭ്യന്തരാവശ്യം ശക്തമെങ്കിലും വാങ്ങലുകാർ സംഘടിതരായി നീങ്ങുന്നതിനാൽ ഉൽപ്പന്നവില ഉയരുന്നില്ലെന്ന് ഹൈറേഞ്ചിലെ കർഷകർ. മികച്ച ഇനങ്ങൾ കിലോ 2,562 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,117 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം. വിള ഉൽപാദന ഡാറ്റയുടെ കൃത്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിന് റിമോട്ട് സെൻസിംഗ്, ജിയോസ്പേഷ്യൽ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രധാന വിളകൾക്കും ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത വിളവെടുപ്പ് അടിസ്ഥാനമാക്കി വിളവ് കണക്കാക്കാൻ ഡിജിറ്റൽ ജനറൽ ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുമായി വിള ഉൽപാദന സ്ഥിതിവിവര കണക്കുകൾ മെച്ചപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാനാണ് ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. കൃഷി സെക്രട്ടറി ദേവേഷ് ചതുർവേദിയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കിസാൻ സർവ് 250 പുതിയ സ്റ്റോറുകൾ തുറക്കും. 2000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പഴങ്ങളുടെയും പച്ചക്കറിയുടെയും റീറ്റെയിൽ കമ്പനിയായ കിസാൻ സർവ് 250 സ്റ്റോറുകൾ തുറക്കുന്നു. 2023 ജനുവരിയിൽ കമ്പനി ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ തുറന്നതായും പൂനെയിലും മുംബൈയിലുമായി സ്റ്റോറുകളുടെ എണ്ണം 22ആയി വിപുലീകരിച്ചുവെന്നും കമ്പനി വ്യക്തമാക്കി. ഈ ഓർഗാനിക് വളർച്ച അടുത്ത 3 വർഷത്തിനുള്ളിൽ 500 കോടി രൂപയുടെ വരുമാനം ലക്ഷ്യമിട്ട് 250 സ്റ്റോറുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് പ്രചോദനമായതായി കമ്പനി അറിയിച്ചു. കിസാൻ സർവ് 250 സ്റ്റോറുകളിലേക്ക് വ്യാപിക്കുന്നതോടെ പ്രാദേശിക കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള നിയമനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിയമനങ്ങളിൽ വനിതാ ജീവനക്കാർക്ക് മുൻഗണന നൽകും. 2000 നേരിട്ടുള്ള ജോലികളും 5000-ഓളം പരോക്ഷ തൊഴിലവസരങ്ങളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപുലീകരണത്തിന്റെ ഈ പ്രാരംഭഘട്ടത്തെ തുടർന്ന് ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ പുതിയ വിപണികളിൽ പ്രവേശിച്ച് 1000 സ്റ്റോറുകൾ വരെ വ്യാപിപ്പിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.